അതായത് വലിയ പ്രതിഷേധം തന്നെയാണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ ഈ അപകടം നടന്ന സ്ഥലം എന്ന് പറയുന്നത് അതിനോടൊപ്പം തന്നെ വിഷ്ണുദത്ത് എന്ന് പറയുന്ന യുവാവാണ് മരിച്ചത്. ആ വിഷ്ണുദത്തിന്റെ സ്കൂട്ടറാണ് ഈ ഇരിക്കുന്നത്. വിഷ്ണുദത്തിന്റെ ഈ സ്കൂട്ടറിലായിരുന്നു വിഷ്ണുദത്തും അമ്മയും സഞ്ചരിച്ചിരുന്നത്. ഈ പൂങ്കുന്നം സ്വദേശിയാണ്. 30 വയസ്സിൽ താഴെ മാത്രമേ പ്രായമുള്ളൂ. ദേഹത്തുകൂടി വാഹനം ഈ ബസ് കയറി ഇറങ്ങുകയാണ് ചെയ്തത്. ഈ സ്കൂട്ടറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഈ കുഴി ഉണ്ടായിരുന്നത് ഇതാണ് വിഷ്ണുദത്ത് ഈ ദൃശ്യങ്ങൾ കാണുന്നതാണ്. ഈ വിഷ്ണുദത്തിനെ വീണ കുഴി എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഈ ഒരു കുഴി ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ ഇവിടെ അല്പസമയം മുമ്പാണ് മെറ്റലിട്ട് നിറച്ചിരിക്കുന്നത്. ഇത് അവിടുന്ന് മണ്ണെടുത്തിട്ടേ അവിടുന്ന് ഈ മെറ്റലെടുത്തിട്ട് ഇപ്പൊ ഇട്ടുള്ളതാണ്. ഇതിന് വലിയ കുഴിയായിരുന്നത്. ഇതിന് വലിയ കുഴി. ഒരു എത്ര പ്രാവശ്യം ബൈക്കാർ വീണാന്നറിയോ? എത്ര പ്രാവശ്യം ഓട്ടോറിക്ഷയുടെ കംപ്ലൈന്റ് വരുന്നത്? ഞങ്ങൾ ഓട്ടോറിക്ഷ ഡ്രൈവറാ. ഈ ഓട്ടോറിക്ഷ ഫ്രണ്ട് വന്ന് വീണിട്ടേ ഒരു ഓട്ടോറിക്ഷക്കാരൻ കൂലിപ്പണിക്കാരാണ് അവൻ വന്നിട്ട് ഇവിടുന്ന് വന്ന് വീണിട്ട് അവന്റെ ഫ്രണ്ട് ഒടിഞ്ഞ്. എത്ര രൂപ ചെലവെന്നറിയോ? എത്ര രൂപ ചെലവർക്കും പരിക്ക് പറ്റില്ല. ഒരുപാട് ആളുകൾ എത്ര ആൾക്കാർ പരിക്കണം. ഒരു ദിവസം എത്ര ആൾ വീണ്ടെന്നറിയോ? ഇതിപ്പോ കാണുമ്പോൾ ഈ MG റോഡിൽ വലിയ കുഴികളൊന്നും ഇല്ല, പക്ഷെ ഒരുപാട് കുഴികളൊന്നും ഇല്ല. പക്ഷെ ഉള്ള കുഴികളാണ് ഈ അപകടം ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ നേരത്തെ ഈ കോൺഗ്രസ് കൗൺസിലർ അല്പസമയം മുമ്പ് നമ്മളോട് പ്രതികരിച്ചു. അതായത് അന്ന് ഇതേ MG റോഡിൽ നിന്ന് ഏകദേശം 200 മീറ്റർ മാത്രം മാറിയാണ് മറ്റൊരു കുഴിയിൽ വീണ് ഒരു വീട്ടമ്മയ്ക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. ആ വീട്ടമ്മ ഈ ഭർത്താവുമായി ഈ ബൈക്കിൽ പോകുന്ന സമയത്ത് ഇതേ MG റോഡിൽ നിന്ന് 200 മീറ്റർ മാത്രം മാറി അപ്പുറത്താണ് ഈ സംഭവം ഉണ്ടായത്. അവിടെ വെച്ച് കുഴിയിൽ വീണ് ഈ ഭാര്യയും ഭർത്താവും നേരെ വീഴുകയായിരുന്നു. ആ വീണതിനെ തുടർന്ന് പിന്നീട് ഇവരുടെ തല ഈ റോഡിൽ ഇടിച്ചതിന് ശേഷം കുറച്ച് ദിവസങ്ങൾ ചികിത്സയിൽ കഴിഞ്ഞ ശേഷം അവർ മരിക്കുകയും ചെയ്തു. അത്തരത്തിൽ ഒരു കൊച്ചിയുണ്ട്. ഇവിടുന്ന് ആൾ തെരച്ചുകൊണ്ട് ആ കുറ്റിയിലെ തല ഇടിക്കുക. മനസ്സിലായ? ഇതൊക്കെ ഇത്ര അപകടകാരിയായിട്ടുള്ള ഒരു മേഖലയാണ്. ഇവിടെ എത്ര മാസമായി കുഴികൾ എടുക്കണം അറിയോ? ഇവര് നന്നാക്കാനായിട്ട് ആര് പറഞ്ഞാലും ഇവര് അവോയ്ഡ് ചെയ്യണം. ഇവര് ടൂർ പോവാ, ഗോവ കന്യാകുമാരിക്കൊക്കെ ടൂർ പോയിട്ട് ഇവര് അടിച്ചു പൊളിച്ച് നടക്കുക. സാധാരണക്കാർ മരിക്കുക, ടാക്സ് അടയ്ക്കുന്ന ആൾക്കാർ മരിക്കുക. അവിടെ ആരുമില്ലേ പ്രതികരിക്കാൻ? പ്രതികരിക്കുന്നതിന്റെ പേരില് ഇവിടെ കുറ്റവാളിയാണ്. പ്രതികരിക്കുന്ന ആൾക്കാർ ഇവിടെ കള്ളന്മാരും കട്ടു നടണവരും നല്ല ആൾക്കാരാണ്. നമ്മുടെ കേരളത്തിലെ അവസ്ഥയാണ് ഇന്നത്തെ അവസ്ഥ. എത്ര നിരപരാധിയായിട്ടുള്ള ചെറുപ്പക്കാരൻ ജീവൻ അവിടെ റോഡിൽ പൊലിയണ, ആർക്കും ഒന്നും പറയാനില്ല. ഇവിടെ ഒരു പെണ്ണ് വീണ് 2 ദിവസം മുന്നേ ഒരു പെണ്ണ് വീണിട്ട് ഭാഗ്യത്തിന് ആ പെണ്ണ് കണ്ടടി പോയില്ല. അത് ആ പെണ്ണിന്റെ ദൈവപുരത്വം. ഇപ്പൊ ഇന്നിപ്പോ ഒരു ജീവൻ പൊലിഞ്ഞില്ലേ? ഇപ്പൊ അതിന്റെ കൂടെ ഒരു അമ്മ എന്തോരം കാര്യങ്ങള്. എത്ര കുഴികളുണ്ട് ഇവിടെ? എത്ര കുഴികള്, എന്തോരം പേരാ ഇത്. ആ പോകുന്നതിന് ഒരു വണ്ടിക്ക് പോകാൻ പറ്റില്ല. പോകുന്നത് അങ്ങോട്ട് പോകണമെങ്കിൽ മനസ്സിലാവണ്ട. ഇതൊക്കെ കരാറെടുക്കണവന് ഭരിക്കണവര് ഇതൊക്കെ അനാവശ്യമാണ്. ഇതൊക്കെ അതായത് കോർപ്പറേഷന്റെ അധീനതയിലുള്ള റോഡാണ് ഇത്. ആ റോഡിലാണ് ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ കുഴികൾ അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ ഒരുപാട് തവണ കൗൺസിലർമാർ ഉൾപ്പെടെയുള്ളവർ മേയർക്കും അതുപോലെ തന്നെ മറ്റ് നിരവധിയായ ഇതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും ഒക്കെ തന്നെ പരാതികൾ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ പോലും ഇതുവരേക്കും അത് സംബന്ധിച്ച് കൃത്യമായൊരു നടപടി എടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. MG റോഡ് പൂർണ്ണമായും സ്തംഭിപ്പിച്ചുകൊണ്ട് ഇവിടെ കൗൺസിലർമാരുടെ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. യാതൊരു വിധത്തിലും ഈ പ്രതിഷേധം അവസാനിപ്പിക്കില്ല എന്നാണ് ഈ കൗൺസിലർമാരും BJP ഒക്കെ തന്നെ പറയുന്നത്. പോലീസിന്റെ ഭാഗത്തുനിന്നും ബലം പ്രയോഗിച്ചുകൊണ്ട് ഇവരെ നീക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ടെങ്കിൽ പോലും പക്ഷേ വനിതാ കൗൺസിലർമാർ ആയതിനാൽ തന്നെ അവരെ നീക്കിക്കൊണ്ടുപോകുന്നതിന് വേണ്ടി കൂടുതൽ വനിതാ പോലീസുകാരെ എത്തിച്ചതിന് ശേഷമാണ് ഇപ്പോൾ അവരെ സ്ഥലത്ത് നിന്ന് മാറ്റുന്നത്. നേരത്തെ ആവശ്യത്തിന് വനിതാ പോലീസുകാരുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ പ്രതിഷേധം അവസാനിപ്പിക്കാനായി പെട്ടെന്ന് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ യാതൊരു വിധത്തിലും ഈ പ്രതിഷേധം ഇവിടം കൊണ്ട് മാത്രം അവസാനിപ്പിക്കില്ല എന്നുള്ള ഒരു ഉറച്ച ഒരു തീരുമാനമാണ് ഈ കൗൺസിലർമാരുടെ ഭാഗത്തു നിന്നും ഇപ്പോൾ നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും നമ്മൾ നേരത്തെ ഇവിടുത്തെ സാധാരണക്കാരായ ഓട്ടോ ഡ്രൈവർമാരുടെയും നാട്ടുകാരുടെയും ഒക്കെ തന്നെ പ്രതികരണം കേട്ടതാണ്. ഈ ഒരു കുഴിയുടെ എത്രത്തോളം ഭീകരമാണ് ഇവിടുത്തെ ഒരു കുഴി എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആ ഒരു പ്രതികരണങ്ങളിൽ നിന്നൊക്കെ തന്നെ നമ്മൾ കേട്ടതാണ്. കുറെ നാളുകളായി ഇവിടെ ഈ കുഴി ഉണ്ട്. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം വരെ ഒരു സ്ത്രീ ഈ കുഴിയിൽ വീണ് പരിക്കേൽക്കുക ചെയ്തിരുന്നു. പക്ഷേ എന്നിട്ടും യാതൊരു വിധത്തിലും ഒരു നടപടി ഉണ്ടായില്ല എന്നുള്ളത് മാത്രമാണ്. അതിനോടൊപ്പം തന്നെ ഈ റോഡിന്റെ ഇരുവശങ്ങളിലുമുള്ള ഇരുമ്പിന്റെ കുറ്റികൾ, ആ ഇരുമ്പ് കുറ്റികൾ അത് റെയിൽവേയുടെ അധീനതയിലുള്ള, അതായത് റെയിൽവേ മേൽപ്പാലത്തിന് തൊട്ടടുത്തുള്ളതാണ്. ആ ഒരു സ്ഥലത്ത് വലിയ ഇരുമ്പ് കുറ്റികളാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ആരെങ്കിലും ആ വീഴുകയാണെങ്കിൽ